സ്ഥാനമാണ് ഈ പൊണ്ണത്തടിയന്മാരുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണ്. ഏതാണ്ട് 10-ൽ ഒരാൾക്ക് ഇപ്പോൾ ശസ്ത്രക്രിയാ ചികിത്സ തന്നെ ചെയ്താൽ മാത്രമേ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്ന നിലയിലാണ്. കാരണം ഒട്ടനവധി അസുഖങ്ങളാണ് ഈ പൊണ്ണത്തടി കൊണ്ടുണ്ടാകുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. നമ്മുടെ വെയിറ്റ് കിലോഗ്രാമിലുള്ളതിനെ ഹൈറ്റ് കൊണ്ട് 2 പ്രാവശ്യം ഹരിക്കുന്നതാണ് ഈ BMI എന്ന് പറയുന്നത്. ഒരു 100 കിലോ ഭാരമുള്ള ഒരാൾക്ക് 2 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ 100 ഡിവൈഡ് ബൈ 2 × 2 അപ്പൊ 25 എന്ന് വരും. അപ്പൊ അതാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ. ആ ബോഡി മാസ് ഇൻഡെക്സ് 25 വരെ ആണുങ്ങൾക്കും 23 വരെ സ്ത്രീകൾക്കും നോർമലാണ്. അതിനു മുകളിലായിട്ട് ഇപ്പൊ 28-ഓ 30-ഓ വരെ വരുന്നത് വരെ അമിതവണ്ണമെന്നേ പറയത്തുള്ളൂ. 30-ന് മുകളിൽ അല്ലെങ്കിൽ 28-ന് മുകളിൽ സ്ത്രീകൾക്ക് വരുമ്പോഴാണ് ഇതിനെ പൊണ്ണത്തടി എന്ന് പറയുന്നത്. ആ പൊണ്ണത്തടി വരുമ്പോൾ അതൊരു അസുഖമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുവരെ അസുഖം ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണം, ഒരു ഹേതു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുശേഷം വരുമ്പോഴാണ് തല തൊട്ട് കാലുവരെയുമുള്ള ഭാഗങ്ങളിൽ അസുഖങ്ങൾ വരുന്നത്. മൈഗ്രെയിൻ തുടങ്ങിയിട്ട് ഹൃദയാഘാതം, ഡയബറ്റിസ്, ശ്വാസം മുട്ടലിന്റെ അസുഖങ്ങൾ, വന്ധ്യത, ജോയിന്റ്സിനുള്ള വേദനകൾ, ക്യാൻസറുകൾ, ഇത്തരം എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും വരുന്നു. പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് വളരെ നാളായിട്ട് മദ്യപിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ക്രോണിക് സ്മോക്കറായിട്ടുള്ള ഒരാൾ, തുടർച്ചയായിട്ട് സ്മോക്കിംഗ് ചെയ്യുന്ന ഒരാളുമായിട്ടോ ഈ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുന്നതാണ്. ഇരുന്നിരിപ്പിൽ നമുക്ക് 20 വയസ്സ് കൂടിയെന്ന് കണക്കാക്കണം എന്ന് പറയും, 35-ൽ കൂടുതൽ ബോഡി മാസ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ. അപ്പൊ അത്തരം എല്ലാ തരത്തിലുള്ള രോഗങ്ങളും, ഇങ്ങനെ സ്മോക്കേഴ്സ്, ആൽക്കഹോളിന്റെ എടുക്കുന്ന ആൾക്കാർക്ക് വരാവുന്ന എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും ഈ പൊണ്ണത്തടിയന്മാർക്കും വരാം. ആധുനിക സമൂഹത്തിന്റെ ജീവിത രീതിയിൽ വന്ന മാറ്റമാണ് പ്രധാനമായും പൊണ്ണത്തടിക്ക് കാരണമാകുന്നത്. വ്യായാമമില്ലായ്മ, അമിതാഹാരം, അതുപോലെ ആഹാര രീതിയിലെ വൈജാത്യങ്ങൾ എന്നിവയൊക്കെ അമിതവണ്ണത്തിന് കാരണമാകുന്നു. മുമ്പ് കാലത്ത് ശരീരത്തിന്റെ അനിയന്ത്രിതമായ വളർച്ചയെ തടയാൻ അധ്വാനത്തിലൂടെയും വ്യായാമത്തിലൂടെയും സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് നാം അധ്വാനഭാരം കുറച്ചുകൊണ്ടുവരുന്നവരാണ്. മടിയന്മാരുടെ ഒരു സമൂഹത്തിൽ തിന്നു കുടിച്ച് രസിക്കുമ്പോൾ നാം അറിയാതെ പൊണ്ണത്തടിക്ക് അടിമപ്പെടുകയാണ്. ജീവിത രീതിയും വീക്ഷണവും പാടെ മാറ്റിയെടുക്കുകയല്ലാതെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമില്ലെന്ന് ഇദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു മനുഷ്യരാശി എടുത്തു കഴിഞ്ഞാൽ 36,000 വർഷമായി മനുഷ്യരാശി വന്നിട്ട്. അപ്പൊ അതിനകത്തൊക്കെ വലിയൊരു ജനിതക മാറ്റത്തിനേക്കാളും ജീവിത രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. പണ്ടൊക്കെ മാംസം കഴിക്കണമെന്നുണ്ടെങ്കിൽ വേട്ടയാടി പിടിക്കണമായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്തിട്ടല്ലെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രമകരമായി ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യം കിട്ടത്തേനുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവർ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നുണ്ട്, റോ ആയിട്ടുള്ള ഫുഡായിരുന്നു. ഇപ്പം വളരെയധികം റിഫൈൻഡ് ആയിട്ട് വളരെ സംസ്കരിച്ച ആഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് പുറത്തേക്ക് പോകാനൊന്നുമില്ല, എന്ത് കഴിച്ചാലും അത് നിൽക്കുന്ന അവസ്ഥ. നമ്മൾ കാർപോർച്ചിൽ നിന്നും കാർപോർച്ചിലേക്ക് വണ്ടിയിലേക്ക് പോകുന്ന അവസ്ഥ. അപ്പം എക്സസൈസ് ചെയ്യാനായിട്ട് ആരും സമയം മെനക്കെടുന്നില്ല. കഴിക്കുന്ന ആഹാര സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സംസ്കരിച്ച ആഹാരമായതുകൊണ്ട് അതിനകത്തൊന്നും വേസ്റ്റ് ആയിട്ടൊന്നും പോകാനില്ലാത്തതുകൊണ്ട് മൊത്തം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന അവസ്ഥ. പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം. നമ്മൾ പണ്ട് വെള്ളം കുടിച്ചിരുന്നതിന് പകരം ഇപ്പോൾ ലഘുപാനീയങ്ങളാണ്. അതെല്ലാം പഞ്ചസാരയും കലറിയും ഉള്ളതാണെന്ന് മനസ്സിലാക്കാത്ത ഒരവസ്ഥ. അങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിന്റെ കൂടുതലുകൊണ്ടാണ് 99% പേർക്കും ഈ പൊണ്ണത്തടി വന്നിട്ടുള്ളത്. അപ്പൊ അതിന് മറ്റൊന്നിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവും ചെലവാകുന്ന ആ കാലറിയുടെ അളവും കൂടെ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അധികമായി ചെന്നതുകൊണ്ട് തന്നെയാണ് ഈ പൊണ്ണത്തടി വന്നിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഇത് തിരിച്ചാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നത് കുറച്ചാൽ മാത്രം മതി. അപ്പം മനുഷ്യൻ വരുത്തി വെച്ചാൽ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേന്ന് തന്നെയാണ് ഉത്തരം പറയാനുള്ളത്. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണ്. ബുഫേ സംസ്കാരം വന്നിട്ടുണ്ട്, പാർട്ടികൾ വന്നിട്ടുണ്ട്. എപ്പോൾ പോയാലും നമുക്ക് എന്തും ആവശ്യത്തിലധികം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് മാറ്റിയാൽ മാത്രമേ ഇത് വരത്തുള്ളൂ. അത് സമൂഹത്തിന് മൊത്തത്തിൽ തോന്നണം. നമ്മളുടെ പലപ്പോഴും ടിവികളൊക്കെ നോക്കിയാൽ തന്നെയും വളരെ വണ്ണമുള്ള ആൾക്കാരാണ് ഈ അഭിനയം നടത്തുന്നതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പം ഇത്രയൊക്കെ വണ്ണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ഷീണിച്ച ആളാണ്, കണ്ടാലൊരു ആരോഗ്യക്കുറവാണെന്ന് പറയുക. ആൾക്കാർ എന്താ ക്ഷീണിച്ചു പോയെന്നാണ് എപ്പോഴും ചോദിക്കുന്നത്. നോർമൽ വെയിറ്റിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റി, എന്തെങ്കിലും അസുഖമാണോ, ക്ഷീണിച്ചു പോയെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു മനസ്ഥിതി മാറ്റിയെടുത്താൽ മാത്രമേ നോർമൽ വെയിറ്റിലേക്ക് ആൾക്കാർ വരത്തുള്ളൂ. കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രശ്നം കൊടുവയറുണ്ടാവുന്നതാണ്. കൊടുവയർ എന്ന് പറയുന്നതാണ് ഹൃദയാഘാതത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ളത് കേരളത്തിലാണ്. അതിന്റെ പ്രധാന കാരണം നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റ് എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മിക്ക ആൾക്കാർക്കും. അത് ഏറ്റവും ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത്തരം കൊളസ്ട്രോൾ അടിയുന്നതിനും വയറ് പെരുകുന്നതിനും അത് കാരണമാക്കും. സാധാരണ നമ്മുടെ കുടുംബത്തിലെ ഒരംഗം മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുമ്പോൾ നാം അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടത്താറുണ്ട്. അതുപോലെ തന്നെ അമിതാഹാരം ശീലമാക്കിയവരെ ഉപദേശിച്ച് പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം.
ആഹാരത്തിന്റെ അനിയന്ത്രിതമായ ഉപയോഗം വരുത്തിവയ്ക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും അമിതവണ്ണം ഏതൊക്കെ രീതിയിൽ നമ്മെ കീഴ്പ്പെടുത്തുന്നു എന്നുമൊക്കെ നാം ഇത്തരക്കാരെ ഉദ്ബോധിപ്പിക്കണം. അമിതവണ്ണത്തിലൂടെ മാരക രോഗങ്ങൾക്ക് കീഴടങ്ങി ചികിത്സയും മരുന്നുമായി കഴിയുന്നതിലും ഭേദം ഭക്ഷണ നിയന്ത്രണത്തിലൂടെ പൊണ്ണത്തടിയെ ഒഴിവാക്കുകയാണ്. എന്നാൽ പൊണ്ണത്തടിക്ക് അടിമപ്പെട്ടവർക്ക് നിരാശപ്പെടാതെ പരിഹാരം കണ്ടെത്താമെന്നാണ് ഡോക്ടറുടെ വാഗ്ദാനം. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ പൊണ്ണത്തടിക്ക് പരിഹാരം കാണാമെന്ന് പറയുന്ന ഡോക്ടർ ഇന്നിപ്പോൾ കീഹോൾ ശസ്ത്രക്രിയയുടെ പ്രചാരകനായാണ് അറിയപ്പെടുന്നത്. നമ്മൾ ശസ്ത്രക്രിയയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം ആൾക്കാരുടെ ആമാശയം, ആഹാരം ചെന്ന് ആദ്യം വീഴുന്ന ഒരു അറയാണ് ആമാശയം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് വളരെ വലുതായി പോയതുകൊണ്ടാണ് ഇത്തരം ആൾക്കാർക്ക് ഈ അമിതവണ്ണത്തിലേക്ക് എത്തുന്നത്. സ്റ്റൊമക്ക് വലുതാവുമ്പം അതിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തുനിന്ന് ഗ്രലിൻ എന്ന് പറഞ്ഞൊരു സബ്സ്റ്റൻസ് വരുന്നുണ്ട്. അതാണ് നമുക്ക് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രചോദനമാവുന്നത്. അതുപോലെ തന്നെ ആമാശയത്തിന്റെ താഴ്ഭാഗത്തായിട്ട് ആസിഡ് ഉണ്ടാവുന്ന ഭാഗമുണ്ട്. അപ്പൊ അതും കൂടുതലായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ കഴിക്കാനുള്ള ആഗ്രഹം കൂടുക, കഴിക്കുന്നതെല്ലാം വളരെ വേഗത്തിൽ തന്നെ ദഹിക്കുന്ന ഒരവസ്ഥ, അതെല്ലാം സ്റ്റോർ ചെയ്തിട്ട് അവിടെ കിടക്കത്തക്കോണം വലിയൊരു അളവ്, ഇതെല്ലാം വന്നു കഴിയുമ്പോഴത്തേക്ക് ആഹാരം കഴിച്ചായിട്ട് രോഗിക്ക് അത്ര കണ്ട് അങ്ങോട്ട് ബോധ്യപ്പെടാത്തതുകൊണ്ട് ബ്രെയിനാണെങ്കിൽ ആ സ്റ്റിമുലസ് കിട്ടിയിട്ട് മതി എന്ന് തോന്നത്തില്ല. അപ്പൊ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുക, കഴിക്കുന്ന മൊത്തം ദഹിച്ച് ആഗിരണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അത് നോർമലൈസ് ചെയ്താൽ മാത്രമേ ഇത്തരക്കാരിൽ ഈ ഫാറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്ത് കഴിച്ചാലും ഫൈനലി ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്. അപ്പൊ സ്റ്റൊമക്കിനെ നമ്മളൊരു നോർമൽ രീതിയിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരുടെ ഫാറ്റ് ഡെപ്പോസിഷൻ ആഗിരണം ചെയ്യപ്പെട്ട് അവരുടെ എനർജി സോഴ്സായിട്ട് അത് ഉപയോഗിക്കപ്പെടും. അപ്പോൾ ഈ ബariatric സർജറി ചെയ്യുമ്പോഴൊക്കെ ചെയ്യുന്നത് അവരുടെ ആഹാരം കഴിക്കുന്നതിനുള്ള അളവിനെ റെസ്ട്രിക്ട് ചെയ്യുക, ഈ ഒരു ഫാറ്റ് അബ്സോർപ്ഷൻ വന്ന് ഫാറ്റ് ദേഹത്തേക്ക് കൂടിക്കിടക്കുന്നത് റിവേഴ്സ് ചെയ്യുന്നതിനുള്ള ഒരു മെക്കാനിസമാണ് ചെയ്യുന്നത് ഈ ബariatric സർജറിയിലൂടെ. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ മാസം തന്നെ 15 കിലോ എങ്കിലും അവർക്ക് കുറയും, അടുത്ത മാസം അത്രയും തന്നെ കുറയുക. പിന്നീട് നമ്മൾ കുറച്ചുകൂടെയൊക്കെ അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ട് ഒരു വെയിറ്റ് റിഡക്ഷൻ ഒരു ഗ്രാജുവൽ ആയിട്ട് ഒരു 6 മാസം കൊണ്ട് അവർക്ക് അധികപ്പറ്റായിട്ടുള്ള 50 കിലോയോ 60 കിലോയോ നോർമൽസിയിൽ എത്തിക്കുക. പിന്നീട് കുറച്ചൊക്കെ ഒരു റെഗുലേഷനാണ് 6 മാസത്തേക്ക് വരുന്നത്. ഏകദേശം 1 വർഷം കൊണ്ട് നോർമൽ വെയിറ്റ് ഒരാൾക്ക് ഉണ്ടാവേണ്ടത് എത്രയാണോ അത്രയത്തിൽ എത്തിച്ചിട്ട് അവർക്ക് സാധാരണ രീതിയിലുള്ള ആഹാരം ഒരു ഏകദേശം 1 മാസം കൊണ്ട് തന്നെ അവർ സാധാരണ രീതിയിലുള്ള ആഹാരക്രമത്തിലേക്ക് എത്തും. പക്ഷെ എപ്പോഴും അളവ് കുറച്ച് തന്നെയായിരിക്കണം കഴിക്കേണ്ടത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. കീഹോൾ ശസ്ത്രക്രിയയാണ് പോയ നൂറ്റാണ്ട് കണ്ടെത്തിയ ഏറ്റവും മികച്ച കണ്ടുപിടുത്തമെന്നാണ് ഡോക്ടർ പത്മകുമാറിന്റെ അവകാശവാദം. കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന വളരെ മൈനറായ ഒരു ശസ്ത്രക്രിയയുടെ ചിട്ടവട്ടങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞ് 1-2 ദിവസത്തെ വിശ്രമത്തിന് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാമെന്നതാണ് താക്കോൽ ദ്വാരത്തിലൂടെയുള്ള ശസ്ത്രക്രിയയുടെ മേന്മ. പണ്ടുകാലത്താണെങ്കിൽ ചെറിയൊരു ശസ്ത്രക്രിയയ്ക്കാണെങ്കിൽ പോലും വ്യാപകമായി ശരീരഭാഗങ്ങൾ കീറിമുറിക്കുക എന്ന അപകടകരമായ രീതിയായിരുന്നു അവലംബിച്ചിരുന്നത്. ഇന്നിപ്പോൾ കീഹോളിലൂടെ ശരീരത്തിനുള്ളിലെ അപാകത കണ്ടെത്താനുള്ള അത്യാധുനിക സങ്കേതങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള വൈഷമ്യങ്ങൾ ഒഴിവാക്കാൻ ഈ ശസ്ത്രക്രിയയിൽ സാധ്യമാകുന്നു. ഓപ്പറേഷന് വേണ്ടിയിട്ട് രോഗിക്ക് 3-4 ദിവസം മാത്രമേ ഹോസ്പിറ്റൽ ആവശ്യമായിട്ടുള്ളൂ. കീഹോൾ സംവിധാനത്തിലൂടെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ആദ്യത്തെ ദിവസം തന്നെ എഴുന്നേറ്റ് നടക്കുന്നതിനൊക്കെ ആവും. അടുത്ത ദിവസം തന്നെ നമ്മളൊരു ലീക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ലിക്വിഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങും. 2-3 ദിവസം കൊണ്ട് ലിക്വിഡ്സിന്റെ അളവ് ഒരു 2000 ml എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയി പോകാൻ പറ്റും. അന്ന് തൊട്ട് തന്നെ അവർക്ക് വെയിറ്റ് റിഡക്ഷൻ ആവും. ഏകദേശം 1 മാസം കൊണ്ട് 15 കിലോ, അടുത്ത 1 മാസം 15 കിലോ, അങ്ങനെ കുറഞ്ഞിട്ട് 6 മാസം കൊണ്ട് ഏകദേശം ഒരു നോർമൽസിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അതിനുവേണ്ടി തുടർ ചികിത്സ എന്ന് പറഞ്ഞുകൂടാ, ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ ചികിത്സയുടെ ആവശ്യം. അത് ഗ്രാജുവലായിട്ട് നാച്ചുറൽ പ്രോസസ്സിൽ തന്നെ കുറയുന്നത് കൊണ്ട് മറ്റു ബുദ്ധിമുട്ടൊന്നും അവർക്കുണ്ടാവില്ല. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ അസാമാന്യമായ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ് ഡോക്ടർ പത്മകുമാർ എന്ന് പരക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും പ്രൊഫഷണൽ ജലസി ഒന്നുമില്ലാതെ തന്റെ സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ആരായുന്ന പതിവുണ്ട് ഡോക്ടർ പത്മകുമാറിന്. പ്രത്യേകിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ശസ്ത്രക്രിയയുടെ സന്ദർഭങ്ങളിൽ തന്റെ സമകാലീനരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മാനിക്കുന്നതിൽ എല്ലായ്പ്പോഴും തൽപരനാണെന്ന് മാത്രമല്ല, ആ നിർദ്ദേശങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട്
ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ അമാന്തിക്കാറില്ല ഇദ്ദേഹം. പൊണ്ണത്തടി മാറ്റാനായിട്ട് ഇന്ന് കീഹോൾ സർജറി വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു. അത് മാത്രമല്ല, ഇതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ സാധാരണ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നതിലും കൂടുതലാണ്. അതുകൂടാതെ ഈ ആൾക്കാരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ പൊണ്ണത്തടി ഒരു അസുഖമല്ല, ഇതൊരു ശരീര സൗന്ദര്യത്തിന് വേണ്ടിയാണ് ഇത് കുറയ്ക്കുന്നത് എന്നുള്ളതാണ്. അത് കൂടാതെ ഇതൊരു അസുഖമാണ്, ഇത് കുറച്ചില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. അത് കാരണം ഇത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണെന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇവിടെ ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു. പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സർജറി ചെയ്ത് ആ രോഗി അങ്ങ് ട്രീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, എല്ലാ സ്പെഷ്യാലിറ്റീസും അതിനോട് ഒത്തുചേർന്ന് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൻഡോക്രിനോളജി ആണെങ്കിലും ഗാസ്ട്രോഎൻട്രോളജി, ഡയബറ്റിസ്, ഈ എല്ലാ സ്പെഷ്യാലിറ്റി, ഇപ്പൊ ഗൈനക്കോളജി, ഗൈനക്കോളജി എല്ലാ അസുഖങ്ങൾക്കും ഈ പൊണ്ണത്തടി വരും, ഇൻഫെർട്ടിലിറ്റി, ഈ എല്ലാ സ്പെഷ്യാലിറ്റിയും ഒന്നിച്ചു നിന്ന് ട്രീറ്റ് ചെയ്യുന്ന ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു അസുഖമാണ് ഈ പൊണ്ണത്തടി. അപ്പൊ അതിന് ഇന്ന് ഇത്രയും ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ കീഹോൾ സർജറി വഴി പൊണ്ണത്തടി മാറ്റാന്നുള്ളത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഴയതുപോലെ ഒരു വയറ് കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു ഇത് വരുന്നില്ല. 4 ദിവസം കൊണ്ട് ഒരു സർജറി ചെയ്ത് കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോഴത്തേക്കും 30 കിലോളം കുറയുന്ന ഒരു സ്ഥിതിവിശേഷം കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു രീതിയിലുള്ള ഇത് വന്നത് വലിയൊരു അനുഗ്രഹമാണ് പല ആൾക്കാർക്കും. കാരണം അത് അസുഖമായിട്ട് കാണാത്തത് കൊണ്ടാണ് പല ആൾക്കാരും അതിനോട് മുന്നോട്ട് വരാത്തത്. അതായത് ഈ തടി മാറ്റാൻ ആരെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം. അതൊരു ഭംഗി മാത്രമല്ല, അതൊരു അസുഖം മാറ്റാനാണ്. അതായത് ഈ വയറിന്റെ ഒരു ഭാഗം ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പൊണ്ണത്തടി വരുന്നത്. പലരും പറയാറുള്ളത്, പൊണ്ണത്തടിയന്മാർ തന്നെ പറയാറുള്ളത് പോലെ ഞാനൊന്നും ഭക്ഷണം കഴിക്കുന്നില്ല എന്നിട്ടും ഞാൻ തടി വെക്കുന്നു. അത് വളരെ ശരിയാണ്. അവർ ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കുന്നുണ്ടാവില്ല, സാധാരണ ഒരാൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ടാവുള്ളൂ, എന്നിട്ടും അവർ തടി വെക്കുന്നു എന്നുള്ളത് അവരുടെ കുറ്റമല്ല. അപ്പൊ ഈ ഒരു ഭാഗം അത് മുറിച്ച് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം സിസ്റ്റം ശരിയാവുകയും അതുവഴി ഈ തടി വളരെയധികം കുറയുകയും ചെയ്യുന്നു. വളരെയധികം വെച്ചാൽ ഡ്രാസ്റ്റിക് ആയിട്ട് കുറയും. ഈ പറഞ്ഞതുപോലെ 3 മാസം കൊണ്ട് 30-40 കിലോ കുറയുക, ഡയബറ്റിസ് ഉണ്ടായിരുന്ന ആളുകൾ ഡയബറ്റിസ് കംപ്ലീറ്റ് ആയിട്ട് മാറുക, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഇന്ന് ഓപ്പറേഷൻ ചെയ്താൽ നാളെ ഡയബറ്റിസ് മാറുന്ന ഒരു സ്ഥിതിവിശേഷം കാണുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ആൾക്കാർ ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്നുള്ളതിന് ഒരേ ഒരു ഉത്തരം ഇതിനെപ്പറ്റി അറിയാനിട്ടാണ്. ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഇതിന് ഓപ്പറേഷൻ ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണെങ്കിലും അല്ലെങ്കിൽ എന്റെ വളരെ അടുത്ത ആൾക്കാരാണെങ്കിലും ഞാൻ